21 വർഷം മുമ്പ് ഞാൻ ഇവിടെ എത്തുന്നത് 2007 മാസം 3-ാം തീയതി. അത് ഡേറ്റ് ഞാൻ മറക്കൂല. ഫസ്റ്റ് ടൈം വരുന്നത് ഒരു തോട്ടത്തേക്ക്, ഒരു മസറേക്ക്. അവിടെ ആർഡർ നോക്കിയിട്ടും പുല്ലെറിഞ്ഞിട്ടും അല്ലെങ്കിൽ ഈത്തപ്പഴം പറിച്ചിട്ടും കുറേ കഷ്ടപ്പെട്ടു. പിന്നെ ഒരു ഹൗസ് ഡ്രൈവറായി, അവിടെ നല്ല കഷ്ടപ്പെട്ടു. പിന്നെ ഞാൻ ഒരു റൈസ് കമ്പനിയിൽ സെയിൽസ്മാൻ ആയി. പക്ഷെ എന്നിട്ടും ഒരു സാധാ പ്രവാസിയെ പോലെ തന്നെ ഫാമിലി നാട്ടിലും ഞാൻ ഇവിടെയും ഒരു മാറ്റം ഉണ്ടായിരുന്നില്ല. ഇരുപത് വർഷമായിട്ട് UAE ഒരുപാട് ജോലികൾ ചെയ്തിട്ടുണ്ട്. ഗ്രോസറി, കഫ്തേരിയ, ഹോട്ടൽ, ഡ്രൈവർ വർക്ക്. ജീവിതം എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് പല ജോലികളും മാറി ചെയ്ത് നോക്കി. എവിടെ എത്തിയില്ല. ഒരു 3 വർഷം മുമ്പ് ഷാർജ മുനിസിപ്പാലിറ്റിയിലായിരുന്നു. 3 വർഷം 4 വർഷം കഴിഞ്ഞിട്ട് നാട്ടിൽ പോകാൻ പറ്റുള്ളൂ. അതിനിടയിൽ ഫാമിലിൻ്റെ കൂടെ ജീവിക്കാൻ വേണ്ടിയിട്ട് മെച്ചപ്പെട്ടൊരു ജോലി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടായിരുന്നു ശ്രമിച്ചത്. പക്ഷേ സാധിച്ചില്ല. പെട്രോൾ പമ്പിൽ ഒരു ജോലിക്കാരനായിരുന്നു ഞാൻ 9 വർഷമായിട്ട്. എംപ്ലോയി ആയി നിൽക്കുമ്പോൾ ഒരുപാട് കഷ്ടങ്ങൾ അനുഭവിച്ച് ഫാമിലിക്ക് ഒന്നും ഒരു ബെസ്റ്റ് കൊടുക്കാൻ പറ്റിയില്ല. 15ഓളം എംപ്ലോയീസ് താമസിക്കുന്ന ഒരു റൂമിലായിരുന്നു ഞാൻ താമസിച്ചുകൊണ്ടായിരുന്നത്. വർഷങ്ങളോളം ജോലി ചെയ്തു, ഒരുപാട് സ്ട്രഗിൾ ചെയ്തു. പല ആൾക്കാരും നമ്മളെ മിസ്യൂസ് ചെയ്യാം, തട്ടിക്കളിക്കായിരുന്നു. പക്ഷേ എൻ്റെ സ്വന്തം കാര്യം ചിന്തിക്കുന്ന കാര്യത്തിൽ ഞാൻ ഒരിക്കലും ബോധേഡല്ല. ഞാൻ വിചാരിച്ചത് എല്ലാം എൻ്റെ ലൈഫിലേക്ക് എനിക്ക് ഉപകാരപ്പെടും എന്ന് വിചാരിച്ചു. അന്ന് എൻ്റെ കാര്യത്തിനെ കുറിച്ച് ഞാൻ ചിന്തിക്കാൻ എനിക്ക് ടൈമില്ലായിരുന്നു. ഫുൾ ടൈം ജോലി. 2008 എല്ലാ പ്രവാസികളും കൊണ്ടും പറഞ്ഞ പോലെ തന്നെ ഒരുപാട് സ്വപ്നങ്ങളുമായിട്ട് ആക്ച്വലി ദുബായിലേക്ക് കയറിയതാണ്. ഒരു 3 വർഷം കൊണ്ട് ജോലിയിൽ നിന്ന് മനസ്സിലായ കാര്യം, എൻ്റെ വാപ്പിയും എൻ്റെ വെല്ലിപ്പൊന്നും ഉണ്ടാക്കാൻ പറ്റാത്തൊരു സാധനം ഇവിടെ ഉണ്ടാക്കാൻ പറ്റില്ല എന്നുള്ളത് എൻ്റെ ലൈഫിലൂടെ മാത്രമല്ല, ഒരുപാട് ആളുകൾ എനിക്ക് ചുറ്റുപാടുകളും കാണാൻ പറ്റി. വന്നിട്ട് തിരിച്ചു പോകാൻ പറ്റാത്തൊരു യൂട്ടേൺ ആണ് ആക്ച്വലി സാധാരണ ഒരു പ്രവാസം, ഒരു ജോലി എന്നുള്ള എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. എനിക്കിവിടെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല എന്ന കാര്യം മനസ്സിലായി. എന്തെങ്കിലും ബിസിനസ്സിലൂടെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് മനസ്സിലാക്കിയിട്ട് പച്ചക്കറി കച്ചവടം ചെയ്ത്, സെയിൽസിലുണ്ടായിരുന്നു, വണ്ടികൾ സാധനം എടുത്തുകൊണ്ട് ചെയ്യുന്ന ഒരു 3-4 വർഷം മൊബൈൽ ഷോപ്പും കാര്യങ്ങളൊക്കെ ചെയ്ത്. പക്ഷെ എന്താ വെച്ച് കഴിഞ്ഞാൽ അറിയാത്തൊരു പരിപാടി അതിനെ കൊണ്ട് തന്നെ എല്ലാ കച്ചവടങ്ങളും പൊട്ടി. നമ്മളെ ഹെൽപ്പ് ചെയ്യാനോ ആരുണ്ടായിരുന്നില്ല. 7-8 വർഷം കൊണ്ട് വലിയൊരു ബാധ്യതയിൽ നിൽക്കുന്ന സമയത്താണ് ലൈഫിലേക്ക് ക്യൂനെറ്റ് വരുന്നത്. 3 വർഷം മുമ്പാണ് ക്യൂനെറ്റ് എന്ന് പറഞ്ഞ ഈ ഓപ്പർച്യൂണിറ്റി കിട്ടുന്നത്. അൽഹംദുലില്ലാ, ഇപ്പോൾ 1 വർഷമായിട്ട് എൻ്റെ ഫാമിലിൻ്റെ കൂടെ ഉണ്ട്. ഈ മക്കളെ കണ്ടുകൊണ്ട് ജീവിക്കാൻ പറ്റുന്നത് വലിയൊരു ഭാഗ്യമാണ്. 21 വർഷം മുമ്പ് ഞാൻ ഒരു തോട്ടത്തിൽ മരുഭൂമിയിൽ ഒറ്റപ്പെട്ട് നിൽക്കുകയാണെങ്കിൽ ഇന്ന് വേൾഡിലെ ഏറ്റവും വലിയ ബിൽഡിംഗായ ബുർജ് ഖലീഫിനെ തൊട്ടടുത്തതാണ്. ഇവിടെ നോക്കി കാണാൻ പറ്റും. ഒക്കെ കിട്ടിയത് ഈ ബിസിനസ് നിന്നാണ്. ഞാൻ ഇൻവെസ്റ്റർ ആയിട്ടും UAE നല്ല ലക്ഷറി ലൈഫ് ഫാമിലി കൊടുക്കാൻ പറ്റിയതും നല്ല ലക്ഷറി വാഹനങ്ങൾ ഉപയോഗിക്കുന്നതും ഈ ബിസിനസ് നിന്നാണ്. താങ്ക്സ് ക്യൂനെറ്റ്. യൂണിറ്റിൽ വന്നതിന് ശേഷമാണ് ഒന്ന് രക്ഷപ്പെടാൻ വേണ്ടി സാധിച്ചത്. യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം എനിക്ക് എൻ്റെ കൂടെയുള്ള ഒരുപാട് സുഹൃത്തുക്കളെ ഞാൻ രക്ഷപ്പെടുന്നതോടൊപ്പം അവരെയും കൂടി ലൈഫ് രക്ഷപ്പെടുത്താൻ വേണ്ടി എനിക്ക് സാധിച്ചു. എൻ്റെ കുടുംബം രക്ഷപ്പെട്ടു. ഇന്നിപ്പോൾ ദുബായിൽ ഞാൻ ഉദ്ദേശിച്ച പോലെ തന്നെ ഫാമിലിയോടൊപ്പം നല്ലൊരു രീതിയിൽ ജീവിക്കാൻ വേണ്ടി സാധിക്കും. യൂണിറ്റ് എന്ന ബിസിനസ് എൻ്റെ കയ്യിൽ വന്നതിന് ശേഷം അൽഹംദുലില്ലാ എനിക്ക് ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചു. അപ്പോൾ ബിസിനസ് എന്തെങ്കിലും പഠിച്ചെടുത്ത് ഒരു 2.5 വർഷം കൊണ്ട് എൻ്റെ ഫാമിലിക്ക് എനിക്ക് ബെസ്റ്റ് കൊടുക്കാൻ പറ്റുന്നുണ്ട്. ഇന്ന് ഈ ബിസിനസ് എൻ്റെ കയ്യിലേക്ക് എത്തിയ സമയത്താണ് എൻ്റെ ജോലി എന്തിനു വേണ്ടി, ഞാൻ എന്തിനു ജീവിക്കണം, ഞാൻ എന്താണ് കൊടുക്കേണ്ടത്, ഞാൻ എന്താണ് ചിന്തിക്കേണ്ടത് എനിക്ക് മനസ്സിലാക്കി തന്നത്. ഇന്ന് ഈ ബിസിനസ്സിൻ്റെ കയ്യിൽ കിട്ടിയതോടുകൂടെ നമ്മുടെ ഡ്രീം കാറുകളും പ്രോപ്പർട്ടികളും അതിനേക്കാൾ ഉപരി എൻ്റെ ഫാമിലിക്ക് എൻ്റെ ബെസ്റ്റ് കൊടുക്കാനും കഴിഞ്ഞത്. താങ്ക് യു ക്യൂനെറ്റ്. സ്വപ്നം പോലും കാണാൻ പറ്റാത്തൊരു ലൈഫ് എനിക്ക് തന്നത് ക്യൂനെറ്റാണ്. ഇതിൻ്റെ എൻ്റെ ഫാമിലി ദുബായിൽ ഇവിടെ സെറ്റിലായി നിൽക്കുന്ന ക്യൂനെറ്റ് കൊണ്ട് മാത്രമാണ്. എൻ്റെ മാത്രമല്ല, എൻ്റെ കൂടെ ഒരുപാട് ആളുകളുടെ ലൈഫ് മാറ്റി കൊടുക്കാൻ പറ്റി. ഒരുപാട് ചെറിയ ഇൻവെസ്റ്റ്മെൻറ്റുകൾ ദുബായിൽ ചെയ്യാൻ പറ്റി. സ്വപ്നം കണ്ടതിനെക്കാട്ടും വലിയ രീതിയിലുള്ള വണ്ടികളും ലൈഫ് കാണാൻ പറ്റിയതും ജീവിക്കാൻ പറ്റുന്നതും ക്യൂനെറ്റ് കൊണ്ട് മാത്രമാണ്. താങ്ക്സ് ക്യൂനെറ്റ്. ക്യൂനെറ്റ് സ്റ്റാർട്ട് ചെയ്തതെന്ന് പറഞ്ഞാൽ എൻ്റെ ഡ്രീം എനിക്ക് അച്ചീവ് ചെയ്യുക എന്നുള്ളത് തന്നെയായിരുന്നു എൻ്റെ ഫസ്റ്റ്. അത് ഞാൻ എന്ത് ചെയ്തു, എൻ്റെ ഫാമിലിയുടെ കൂടെ ജോബ് കിറ്റ് ചെയ്തിട്ട് ഇവിടെ നിൽക്കുക എന്നുള്ളതാണ്. സഫീർ സ്റ്റാർ അച്ചീവ് ചെയ്തു. അത് എൻ്റെ ഒരു ഹാപ്പി പറഞ്ഞാൽ എനിക്ക് തീരില്ല. ക്യൂനെറ്റാണ് എനിക്ക് ഒരുപാട് പ്രതീക്ഷകളും ചെയ്യാനും എല്ലാം എനിക്ക് തന്നത്. 33 കൊല്ലമായിട്ട് ഞാൻ UAEയിലുണ്ട്. ഡ്രൈവറായിരുന്നു. പല ബിസിനസ്സും ചെയ്തു നോക്കി. ഒന്നും എവിടെ എത്തിയില്ല. ഒരു പ്രതീക്ഷയില്ല, ആരുമില്ല ഹാപ്പിന്. അങ്ങനെ പോയിരിക്കുന്ന സമയത്ത് എനിക്ക് ക്യൂനെറ്റ് കിട്ടിയത്. അൽഹംദുലില്ലാ വളരെ ഹാപ്പിന്. കുറേ പ്രശ്നങ്ങൾ പരിഹരിച്ച് വീടുണ്ടാക്കി. കുറേ നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റുക, സപ്പോർട്ട് ചെയ്യാൻ പറ്റുക ഒരുപാട് പേര് നമ്മൾ കൂടെ ഉണ്ട്. ഇതേപോലെ ഒരുപാട് പേരെ ജീവിതം വളരെ മാറ്റിമറിച്ചിട്ടുണ്ട് ക്യൂനെറ്റ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ദുബായിക്ക് വരുന്ന സമയത്ത് ഒരു പ്ലംബറായിട്ട് വന്നിട്ടുള്ള ഒരാളാണ്. ഒരുപാട് കഷ്ടപ്പെട്ടു, പല പണികളും ചെയ്തു നോക്കി. 10 വർഷത്തോളം എൻ്റെ ലൈഫിൽ നിന്ന് പോയി, എവിടെ എത്തിയിട്ടില്ലായിരുന്നു. കടങ്ങളും പ്രാരാബ്ദങ്ങളും ബാക്കിയായിരുന്നു. ആ സമയത്താണ് എൻ്റെ ലൈഫിലോട്ട് ക്യൂനെറ്റ് വരുന്നത്. ക്യൂനെറ്റ് ഒരു ലൈഫ് ഓപ്പർച്യൂണിറ്റി എന്ന് പറയാനുള്ള കാരണമാണ്. സഫീർ സ്റ്റാർ അച്ചീവ് ചെയ്യാൻ പറ്റി. അതേപോലെ തന്നെ എൻ്റെ ഫാമിലിയായിട്ട് ഇവിടെ ദുബായിൽ സെറ്റിൽ ആകാൻ പറ്റി. ഈവൻ എൻ്റെ ക്യാരക്ടർ വരെ മാറ്റിയത് ക്യൂനെറ്റാണ്. പിന്നെ എന്ന് വെച്ചാൽ ഞാൻ മാത്രമല്ല, ഒരുപാട് ആൾക്കാരുടെ ലൈഫ് ഈ ക്യൂനെറ്റ് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. എല്ലാവരെ പോലെ ജോലി ചെയ്തിരുന്ന സമയത്ത് എനിക്ക് ഒരിക്കലും ഉമ്മാടൊപ്പോ ഉപ്പാടൊപ്പോ ഒരിക്കലും ടൈം കൊടുക്കാനോ അല്ലെങ്കിൽ അവർക്കൊരു കാര്യം ചെയ്തു കൊടുക്കാനോ ഒന്നും പറ്റിയിരുന്നില്ല. പക്ഷേ ഈ ഒരു പ്ലാറ്റ്ഫോം കൊണ്ട് എൻ്റെ ഏറ്റവും വലിയ അച്ചീവ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരൊപ്പം ടൈം കൊടുക്കാനും അവർക്ക് ഒരുപാട് കാര്യങ്ങളും ചെയ്തു കൊടുക്കാനും പറ്റിയെന്നുള്ളത്. സോ എൻ്റെ മാത്രമല്ല, ക്യൂനെറ്റ് എന്നുള്ള ഈ ഒരു പ്ലാറ്റ്ഫോം കൊണ്ട് ഒരുപാട് ആൾക്കാരുടെ ലൈഫാണ് മാറി കിട്ടിയത്. ആൻഡ് ആസ് എ പേഴ്സൺ ഞാനൊരു ക്യാരക്ടറായാലും ഒരു മനുഷ്യനായത് ആക്ച്വലി ഇതിനുള്ളിൽ വന്നതിന് ശേഷമാണ്. ഇപ്പം എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ക്യൂനെറ്റിൽ വന്നതിന് ശേഷമാണ്
15 വർഷത്തെ എൻ്റെ പ്രവാസ ജീവിതം ഒഴിവാക്കാനായിട്ട് എനിക്ക് സാധിച്ചു. അപ്പോൾ അതിലൂടെ തന്നെ എനിക്ക് ഏറ്റവും ബെസ്റ്റ് ലൈഫ് ഫാമിലിക്ക് വേണ്ടി എനിക്ക് കൊടുക്കാൻ സാധിച്ചു. ലക്ഷറി വണ്ടി എനിക്കൊന്ന് സ്വന്തമാക്കാനായിട്ട് സാധിച്ചു. സഫയർ സ്റ്റാർ എന്നുള്ള റാങ്ക് അച്ചീവ് ചെയ്യാനായിട്ട് സാധിച്ചു. 1 വർഷം കൊണ്ട് എനിക്ക് ജോലി ഉപേക്ഷിച്ച് ഫുൾ ടൈമർ ആവാൻ എനിക്ക് ക്യൂനെറ്റിലൂടെ സാധിച്ചിട്ടുണ്ട്. പിന്നെ ഒരുപാട് ആൾക്കാരുടെ ലൈഫ് ഈ ക്യൂനെറ്റിലൂടെ തന്നെ മാറ്റങ്ങൾ വരുത്താനായിട്ട് സാധിച്ചിട്ടുണ്ട്. 4 വർഷം മുന്നേ ശരിക്കും പറഞ്ഞാൽ ഞാനൊരു 4 സെൻറ്റ് കോളനി താമസിച്ച ഒരാളായിരുന്നു. 12,000 സാലറി ഉള്ളൂ. എനിക്ക് ശരിക്കും സർവൈവൽ ഭയങ്കര ആവശ്യമായിരുന്നു. എൻ്റെ രക്ഷപ്പെടണം. ഈ ബിസിനസ്സിന് വേണ്ടി ഞാൻ മീൻ കച്ചവടം ചെയ്തു, അതുപോലെ ബലൂണിൻ്റെ പരിപാടി നോക്കി, ഊബർ ഓടിച്ചു, പോൾട്രി ഫാമിൻ്റെ പരിപാടി നോക്കി. അപ്പോൾ ഞാൻ എന്തിനും സത്യം പറഞ്ഞാൽ എന്തിനും ചെയ്യാൻ നോക്കി കിടക്കുമായിരുന്നു. കുറേ സെർച്ച് ചെയ്തു. ഫ്രണ്ടിൻ്റെ അളിയും മുഖാന്തരം 4 വർഷം മുന്നേ ബിസിനസ് കിട്ടി. ആദ്യം ഞാൻ അക്സെപ്റ്റ് ചെയ്തില്ല. ഞാൻ സ്റ്റിക്ക് ഓൺ ചെയ്യാൻ റെഡിയായിരുന്നു. സംഭവിച്ചത്രേ ഉള്ളൂ. 4 വർഷം കഴിഞ്ഞപ്പോൾ ആ 4 സെൻറ്റ് കോളനിയിൽ നിന്ന് ഇന്ന് എൻ്റെ ഫാമിലി ദുബായിലെത്തി. ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് മാറാൻ പറ്റി. പ്രോപ്പർട്ടി വാങ്ങിച്ചു, അതുപോലെ തന്നെ വണ്ടി വാങ്ങിച്ചു. അത് മാത്രമല്ല ക്യൂനെറ്റ് ഞങ്ങൾ എത്ര ആൾക്കാർ ലൈഫ് മാറ്റി. ഈ ക്യൂനെറ്റ് എന്ന് പറഞ്ഞ ബിസിനസ് എൻ്റെ ലൈഫിൽ വന്നതിനെ കൊണ്ടാണ് ഇന്ന് അൽഹംദുലില്ലാ എനിക്ക് ദുബായിൽ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കാൻ പറ്റുന്ന ജോലിയിലല്ലാണ്ട്. സാധാരണക്കാരനെ ഞാനൊരു നോർമൽ ലെവലിൽ ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ചിലപ്പം ദുബായിൽ ഉണ്ടാവും, ചിലപ്പം ജോലി ചെയ്തിട്ട്. എൻ്റെ പോലത്തെ യങ്സ്റ്റേഴ്സിന് ഇന്നത്തെ ആവശ്യം ഓപ്പർച്യൂണിറ്റീസാണ്. അതാണ് ഇന്നത്തെ സ്ഥലത്ത് ആൾക്കാർക്ക് ഇല്ലാത്തതും ഇന്ന് ആൾക്കാർക്ക് ആവശ്യമുള്ളതും അതാണ്. ഇന്ന് എനിക്ക് പ്രതീക്ഷകൾ തന്നതും എനിക്ക് ഹോപ്പ് തന്നതും ഇന്ന് എൻ്റെ ലൈഫിൽ എല്ലാ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നതും ഈ ക്യൂനെറ്റ് എന്ന് പറഞ്ഞ ഈ ബിസിനസ്സാണ്. അതിൻ്റെ മുന്നേ ഒരുപാട് ബിസിനസ് ചെയ്തിട്ട് ഒരുപാട് പൈസ പോയിട്ടുണ്ട്. പക്ഷെ വീണ്ടും ഞാനിത് ചെയ്യാൻ അല്ലെങ്കിൽ പൈസ മുടക്കാനുള്ള കാരണം ലൈഫിൽ രക്ഷപ്പെടണം എന്നുള്ളൊരു ഇൻറ്റൻറ്റ് ഉണ്ട്. സോ 3 വർഷം മുന്നേ ഞാൻ ക്യൂനെറ്റിലും അതേപോലെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത്. പക്ഷെ ഇവിടെ ഞാൻ പഠിക്കാൻ തയ്യാറായിരുന്നു. പക്ഷെ ഞാൻ പഠിച്ചെടുത്തപ്പോൾ എനിക്ക് മനസ്സിലായി യെസ് ദിസ് ഈസ് ദ ഫ്യൂച്ചർ. ഇതിൽ എന്തൊക്കെയുണ്ട് എന്നുള്ള സാധനം കിട്ടി. സോ കഴിഞ്ഞ 3 വർഷമായിട്ട് ഞാൻ ആത്മാർത്ഥമായിട്ട് പണിയെടുത്തിട്ട് ഏകദേശം 1 വർഷമായി ഞാൻ സഫയർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഞാൻ സ്വപ്നം പോലും കാണാൻ പറ്റാത്ത ഒരുപാട് സംഭവങ്ങൾ ഞാനിതിൽ അച്ചീവ് ചെയ്തിട്ടുണ്ട്. ഈവൻ ജർമ്മൻ കാർ എന്നൊക്കെ പറഞ്ഞാൽ സ്വപ്നത്തിൽ പോലും ഇല്ലാത്ത സംഭവം. അതേപോലെ എന്നെ പോലത്തെ ഒരുപാട് ചെറുപ്പക്കാർ അവരുടെ ലൈഫൊക്കെ ഒരുപാട് മാറിയിട്ടുണ്ട്. അവർ സ്വപ്നം കാണാത്ത ഒരുപാട് സംഭവങ്ങൾ കിട്ടിയിട്ടുണ്ട്. ഞാൻ ഓരോ നിമിഷവും എൻജോയ് ചെയ്തിട്ടാണ് ഞാൻ ചെയ്യുന്നത്. വിത്ത് മൈ ഫാമിലി, ഉപ്പ, ഉമ്മ, വൈഫ്. ഞാൻ ബിസിനസ് ചെയ്യല്ല, ഞാൻ ബിസിനസ്സിൽ ജീവിക്കാം. മേലാകാശം താഴെ ഭൂമി എന്ന് പറഞ്ഞ് നടന്ന ഒരു ചെറുപ്പക്കാരിൽ നിന്ന് 100% ഉത്തരവാദിത്വത്തിൽ സൊസൈറ്റിക്ക് എന്ത് ചെയ്യണം എന്നുള്ളൊരു ഇതിലേക്ക് എത്തിയത് എന്നെ പഠിപ്പിച്ചത് ക്യൂനെറ്റാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം എന്താ പറയുക, ഒരു 36 വർഷത്തോളം ഗൾഫിൽ നിന്ന ഒരു വാപ്പാൻ്റെ മോനാണ്. ഞാനും എൻ്റെ ചെറിയ പ്രായത്തിലേക്ക് ഗൾഫിലേക്ക് പോയിക്കുന്നു. അപ്പോൾ അവിടുന്ന് തിരിച്ചറിഞ്ഞു ആക്ച്വലി എത്ര കാലമാണ് അവിടെ ഈ ചെയ്തുകൊണ്ടിരിക്കുന്ന ഇപ്പോൾ ചെയ്ത പോലെ തന്നെ. അപ്പോഴാണ് ഈ ഒരു ക്യൂനെറ്റ് എന്നുള്ള പ്ലാറ്റ്ഫോം വരുന്നതും ഈ ബിസിനസ്സിലൂടെ എന്താ പറയുക നമ്മൾ വിചാരിക്കാത്ത കാര്യങ്ങൾ പോലും നേടിയെടുക്കാൻ പറ്റുന്നതും ഇന്നിപ്പോൾ ഇവിടെ ദുബായിൽ സെറ്റിൽ ആവുന്നതും. ഇവിടെ ഏറ്റവും വലിയ ഒരു മെസ്സേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിത് ഒരിക്കലും ഒരു 6 മാസത്തേക്കോ 7 മാസത്തേക്കോ 1 കൊല്ലത്തേക്കോ തുടങ്ങിയതില്ല. ഞാൻ അതിൻ്റെ ലൈഫ് ലോങ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചത്. അപ്പോൾ എൻ്റെ ഫാമിലി ആണെങ്കിലും എല്ലാവരും ഹാപ്പി ആവുന്നതും നമ്മളെ എന്തൊരു ആഗ്രഹങ്ങൾ പറഞ്ഞാൽ അത് ഫുൾഫിൽ ചെയ്ത് കൊടുക്കാൻ പറ്റുന്നൊക്കെ ഈ ഒരു പ്ലാറ്റ്ഫോം. ഞാൻ മാത്രമല്ല, എൻ്റെ കൂടെയുള്ള പല പ്രായമുള്ളവരായിക്കോട്ടെ പ്രായമില്ലാത്തവരായിക്കോട്ടെ ചെറുപ്പക്കാരായിക്കോട്ടെ എല്ലാവർക്കും ഇതിൽ ഒറ്റക്കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്തല്ല, ഒരു പെട്ടെന്ന് ഇട്ട് പൈസ ഉണ്ടാക്കുന്ന ഒരു പരിപാടിയൊന്നുമില്ല. ഇതൊരു വളരെ പ്യുവർ ആയിട്ടുള്ളൊരു കച്ചവടം. ഈ ഒരു ക്യൂനെറ്റ് എന്നുള്ളൊരു പ്ലാറ്റ്ഫോം മനസ്സിലാക്കി മുമ്പോട്ട് പോകാൻ പറ്റുന്ന എല്ലാവർക്കും നേടിയെടുക്കാൻ പറ്റുന്നുള്ളൂ. ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് പഠിച്ച് കഴിഞ്ഞതിന് ശേഷമാണ് എനിക്ക് ചേഞ്ച് വരണം തുടങ്ങി. ഞാൻ ഈ ബിസിനസ്സിൻ്റെ മുന്നേ ഞാൻ ഒരുപാട് ജോബൊന്നും ചെയ്തിട്ടില്ല. 2-3 വർഷം ഞാൻ ചെറിയ കോളേജിൽ വർക്ക് ചെയ്യുന്നില്ല, വേറൊരു ജോബും ഞാൻ ചെയ്തിട്ടില്ല. എൻ്റെ ക്യാരക്ടർ മാറി, ഞാൻ തന്നെ ചേഞ്ചായി. കഴിഞ്ഞ 3 വർഷമായിട്ട് എൻ്റെ ജീവിതം എന്ന് പറഞ്ഞാൽ തന്നെ ക്യൂനെറ്റിൻ്റെ ഒരു ഭാഗമാണ്. ഈ ദുബായിൽ ജോലി റിസൈൻ ചെയ്തിട്ട് എനിക്കിപ്പം എൻ്റെ ഫാമിലീനെ ആയിക്കോട്ടെ അവരുടെ എന്താണ് അവരുടെ ഡ്രീം ലൈഫ് അത് മുഴുവൻ എനിക്കിന്ന് സാധിച്ചു കൊടുക്കാൻ പറ്റുന്നത് ക്യൂനെറ്റ് ഉള്ളത് കൊണ്ടാണ്. എൻ്റെ മാത്രമല്ല, എൻ്റെ ചുറ്റുമുള്ള ഒരുപാട് ആൾക്കാരുടെ ലൈഫ് ഇന്ന് എനിക്കിത് വെച്ചിട്ട് മാറ്റാൻ പറ്റിയിട്ടുണ്ട്. ഒന്നിനെ കുറിച്ചും ബോധർ ചെയ്യാതെ ഫ്യൂച്ചറിലേക്ക് അവർക്കൊരു ഹോപ്പ് ഉണ്ട്. താങ്ക് യു സോ മച്ച് ആൻഡ് ഐ ലവ് ക്യൂനെറ്റ്. ഒരു 10 വർഷമായിട്ട് ഞാൻ അക്കൗണ്ടൻ്റായിട്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അതുകൂടാതെ പല ബിസിനസ്സും ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിലൊന്നും എനിക്ക് സക്സസ് ആവാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. സോ അതിന് ഇടയിലാണ് 3 വർഷം മുന്നേ എനിക്ക് ക്യൂനെറ്റ് എന്ന് പറഞ്ഞ ഒരു പ്ലാറ്റ്ഫോമിൽ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുന്നത്. ഇത്ര കാലം ജോലി ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നേടാൻ പറ്റാത്തൊരു കാര്യം ഈ ഒരു 3 വർഷം കൊണ്ട് എനിക്ക് നേടിയെടുക്കാൻ പറ്റിയിട്ടുണ്ട്. ഫാമിലിനായിട്ട് ഇവിടെ ദുബായിൽ സെറ്റിലാവാൻ പറ്റി. ഒരിക്കലും സ്വപ്നം കാണുമ്പോഴും പറ്റാത്തൊരു കാര്യമാണ്. അതുപോലെ വൈഫിൻ്റെ വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് എനിക്ക് ബെൻസ് ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റി. സോ അതിനെക്കാട്ടൊക്കെ അപ്പുറം ഭയങ്കര ഇമോഷണലായിട്ട് എനിക്ക് ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഫാദർ കഴിഞ്ഞൊരു 10-30 വർഷമായിട്ട് പ്രവാസമായിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. അദ്ദേഹത്തെ എനിക്ക് ഫ്രീ ആക്കി കൊടുക്കാൻ പറ്റി. സോ എൻ്റെ മാത്രം ലൈഫല്ല, ഒരുപാട് ആളുകളുടെ ലൈഫ് സക്സസ്സിലേക്ക് എത്തിയിട്ടുണ്ട്. ഇവിടെ എഫേർട്ട് എടുക്കാനും ഹാർഡ് വർക്ക് ചെയ്യാനും തയ്യാറുള്ള എല്ലാവർക്കും ഈ ബിസിനസ്സിൽ സക്സസ് ആകുന്നു. ബെഡ് സ്പേസിൽ താമസിക്കുന്ന എന്നെ സംബന്ധിച്ചിടത്തോളം ദുബായിലേക്ക് മൂവ് ആവാനും ഫാമിലിയായിട്ട് താമസിക്കാനും നല്ലൊരു വണ്ടി യൂസ് ചെയ്യാനും എന്നെ സംബന്ധിച്ചിടത്തോളം ക്യൂനെറ്റ് കാരണമാണ് സാധിച്ചിട്ടുള്ളത്. ക്യൂനെറ്റിൽ ഒരുപാട് അച്ചീവ്മെൻറ്റും കാര്യങ്ങളും ഉണ്ട്. അതിലൊരു ചെറിയൊരു അച്ചീവ്മെൻറ്റായ സഫയർ സ്റ്റാർ ആവാൻ എന്നെ കൊണ്ട് സാധിച്ചിട്ടുണ്ട്. ഞാൻ ക്യൂനെറ്റിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്യൂനെറ്റ് എൻ്റെ ഉള്ളിലാണ്. ഞാൻ ക്യൂനെറ്റിലാണ് ജീവിക്കുന്നത്.
ആക്ച്വലി എന്താണെന്ന് വെച്ചാൽ ഞാൻ ക്യൂനെറ്റ് സ്റ്റാർട്ട് ചെയ്തത് എനിക്കൊരു എക്സ്ട്രാ ഇൻകം കിട്ടണം എന്നുള്ള നിലക്ക് സ്റ്റാർട്ട് ചെയ്തതാണ്. എൻ്റെ എൻ്റയർ ലൈഫ്, എൻ്റെ ഫാമിലിക്ക് നല്ലൊരു ലൈഫ് സ്റ്റൈൽ കൊടുക്കാൻ പറ്റും എന്നുള്ളത് എനിക്ക് മനസ്സിലായത് ക്യൂനെറ്റിൻ്റെ അകത്ത് വന്നപ്പോഴാണ്. ഒരു സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം കിട്ടുന്ന വരുമാനത്തിൽ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കുന്ന, അല്ലെങ്കിൽ കിട്ടുന്ന അതിൽ കോംപ്രമൈസ് ചെയ്യുന്ന ആളുകളാണ്. പക്ഷേ ഇവിടെ വന്നപ്പോഴാണ് നമ്മൾ ആഗ്രഹിച്ച പോലെ ഒരു ജീവിതം നമുക്ക് ഇവിടുന്ന് നേടിയെടുക്കാൻ പറ്റുമെന്ന് മനസ്സിലായത്. ഒരുപാട് ആളുകൾ എനിക്ക് സപ്പോർട്ട് ചെയ്യാനും ഒരുപാട് ആളുകളുടെ ലൈഫ് സ്റ്റൈൽ കൺവേർട്ട് ചെയ്യാനും മാറ്റാനും എനിക്ക് ഈ ഒരു പ്ലാറ്റ്ഫോമിൽ നിന്ന് സാധിച്ചിട്ടുണ്ട്. താങ്ക് ഗോഡ്. ഒരു സാധാരണക്കാരനായി ഞാൻ ആഗ്രഹിച്ച ലൈഫ് എനിക്ക് കിട്ടിയത് നമ്മുടെ ക്യൂനെറ്റിൽ വന്നിട്ടാണ്. ഈവൻ ഒരു നല്ല ഭക്ഷണമാണെങ്കിലും ഒരു നല്ല വസ്ത്രമാണെങ്കിലും എന്തിനു പറയുന്ന ഒരു BM വാങ്ങാൻ പോലും എനിക്ക് പറ്റിയത്, എൻ്റെ ഫാമിലിയുടെ കൂടെ ബെസ്റ്റ് ലൈഫ് കൊടുക്കാൻ പറ്റിയത് ക്യൂനെറ്റുകാരാണ്. എന്നെപ്പോലെ ഒരുപാട് ആളുകൾക്ക് ഈ ക്യൂനെറ്റിൽ വന്നിട്ട് അവർ ഉദ്ദേശിച്ച ലൈഫിലേക്ക് അവർക്ക് മാറാൻ പറ്റിയിട്ടുണ്ട്. നാട്ടിൽ പള്ളിയിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന ഞാൻ കുടുംബ പ്രാരബ്ധം കൊണ്ടാണ് ഞാൻ ഗൾഫിലേക്ക് വന്നത്. അത് 13 വർഷം ഓഫീസ് ബോയ് ആയിട്ടും ടൈപ്പിസ്റ്റ് ആയിട്ടും ജോലി ചെയ്തിട്ട് അങ്ങനെ ഒരുപാട് കാലം അങ്ങനെ പോയി. കടങ്ങൾ ഒരു പ്രശ്നങ്ങളൊന്നും തീർന്നിരുന്നത്. അപ്പോൾ ആ സമയത്താണ് ഹലാല എന്തെങ്കിലും ഒരു വഴി എനിക്ക് കിട്ടുമോ നോക്കുന്ന സമയത്താണ് ക്യൂനെറ്റ് എനിക്ക് കിട്ടിയത്. അപ്പോൾ ക്യൂനെറ്റിൻ്റെ വന്നതിൻ്റെ ശേഷം എൻ്റെ ഫാമിലിയുടെ ലൈഫ് സ്റ്റൈലിന് അങ്ങ് മാറി. ഇന്ന് ഞാൻ ആഗ്രഹിച്ച പോലെ ദുബൈൻ്റെ പ്രധാനപ്പെട്ട സ്ഥലത്ത് ഫാമിലി അടക്കം എനിക്ക് താമസിക്കാൻ പറ്റുന്നുണ്ട്. ഞാൻ ഇരിക്കാൻ പോലും ആഗ്രഹിച്ചിരുന്ന വണ്ടി ഇന്ന് എനിക്ക് സ്വന്തമായിട്ടുണ്ട്. ക്യൂനെറ്റിൽ ഒരുപാട് ആൾക്കാർ ഞാൻ കാണുന്നുണ്ട് ലൈഫ് മാറുന്നത്. ക്യൂനെറ്റ് ടോട്ടൽ നമ്മളെ ലൈഫ് മാറ്റിയിട്ടുണ്ട്. ഹാപ്പിയാണ് ഞാൻ. ക്യൂനെറ്റ് പറഞ്ഞാൽ എനിക്ക് എൻ്റെ ലൈഫാണ്. സത്യം പറഞ്ഞാൽ എനിക്ക് ഒരുപാട് ഡ്രീംസ് കാണിച്ചു തന്ന, എൻ്റെ ലൈഫ് തന്നെ എന്താണെന്ന് കാണിച്ചു തന്ന ഒരു പ്ലാറ്റ്ഫോമാണ് എനിക്ക് ക്യൂനെറ്റ് എന്ന് പറഞ്ഞാൽ. എൻ്റെ ഫാമിലി ഇപ്പോൾ നല്ലൊരു ലൈഫ് ജീവിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു പ്ലാറ്റ്ഫോം ത്രൂ ആണ്. ഞാൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ഞാൻ ഈ ഒരു ബിസിനസ്സിൽ അല്ലെങ്കിൽ ഈ ഒരു കമ്പനിയുടെ ഭാഗമായിട്ട് ഞാൻ എൻ്റെ മരിക്കുന്നിടത്തോളം ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും. ടു ഓൾ ലേഡീസ് ഔട്ട് ദെയർ, ഐ ലവ് ക്യൂനെറ്റ് ആൻഡ് ഇറ്റ്സ് വർത്ത് ലവിങ് ക്യൂനെറ്റ്. കുവൈറ്റിലൊരു മെക്കാനിക്കായിട്ട് ജോലി ചെയ്തുകൊണ്ടിരുന്ന ആളാണ് ഞാൻ. ക്യൂനെറ്റിലൂടെയാണ് എൻ്റെ ജീവിതം മാറിയത്. എൻ്റെ മാതാപിതാക്കളൊക്കെ അവർ ആഗ്രഹിച്ചതും വലിയൊരു ജീവിതം കൊടുക്കാൻ പറ്റിയത് ക്യൂനെറ്റിലൂടെ മാത്രമാണ്. ക്യൂനെറ്റിലൂടെ ഒരുപാട് പേരുടെ ലൈഫ് ചേഞ്ച് ചെയ്യാൻ പറ്റി എൻ്റെ ലൈഫിനോടൊപ്പം. അതാണ് ഏറ്റവും വലിയ സന്തോഷം. ഈ ഒരു സന്തോഷം ക്യൂനെറ്റിൻ്റെ മാത്രം ഗിഫ്റ്റാണ്. 6 വർഷം മുമ്പ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ വളരെ ഒരു സാധാരണക്കാരനായിരുന്നു. 6 വർഷം മുമ്പാണ് ക്യൂനെറ്റിൻ്റെ ലൈഫിലോട്ട് വരുന്നത്. അപ്പം ഞാൻ എന്താ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഈ ബോഡി ട്രാൻസ്ഫോം ചെയ്യാൻ വേണ്ടിയിട്ട് ജിമ്മിൽ പോയിട്ട് കൺസിസ്റ്റൻ്റ് ആയിട്ട് ഞാൻ പെയിൻ എടുക്കാൻ റെഡിയായിരുന്നു. അതുകൊണ്ടാണ് എൻ്റെ ബോഡി ട്രാൻസ്ഫോം ആയി കിട്ടിയത്. അതുതന്നെയാണ് ഈ ക്യൂനെറ്റിൽ ഞാൻ ചെയ്തത്. നല്ലൊരു പെയിൻ എടുക്കാൻ റെഡിയായിരുന്നു, കൺസിസ്റ്റൻ്റ് ആയിട്ട് എഫേർട്ട് ഇടാനും റെഡിയായിരുന്നു. ആ പെയിനും കൺസിസ്റ്റൻ്റ് എഫേർട്ടും കാരണം എൻ്റെ ഫാമിലിനെ എനിക്ക് നല്ല ലൈഫ് കൊടുക്കാനും പറ്റി, ഫാമിലിയായിട്ട് ദുബായിൽ സെറ്റിൽ ആകാനും പറ്റി. അപ്പം എഫേർട്ട് ഇടാണ്ട് ഒരാൾക്കും തന്നെ ഇവിടെ സക്സസ്ഫുൾ ആകാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല. അപ്പോൾ എൻ്റേത് മാത്രമല്ല, ഒരുപാട് ആൾക്കാർ എൻ്റെ കൂടെ തന്നെ സക്സസ് ആയിട്ടുണ്ട്. അവർ ഇതുപോലെ തന്നെയാണ് കൺസിസ്റ്റൻ്റ് എഫേർട്ട് ഇട്ട് പെയിൻ എടുത്ത് തന്നെയാണ് സക്സസ്ഫുൾ ആയത്. ക്യൂനെറ്റ് എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ ഓൾമോസ്റ്റ് ഒരു 19 വർഷമായി ദുബായിൽ. ഒരുപാട് വർഷം കഷ്ടപ്പെട്ട് ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തിട്ടും എവിടെയും എത്താൻ കഴിഞ്ഞിട്ടില്ല. ആ സമയത്താണ് എനിക്ക് ക്യൂനെറ്റ് എന്ന് പറഞ്ഞ മഹാഭാഗ്യം എൻ്റെ ലൈഫിലെത്തണം. എൻ്റെ ലൈഫിൽ അതിന് ശേഷം ഇപ്പോൾ ഒരു 4.5 വർഷത്തോളമായി ഞാൻ എൻ്റെ ബിസിനസ് ചെയ്യുന്നത്. ഒട്ടുമിക്ക എൻ്റെ ഡ്രീംസും ഫുൾഫിൽ ചെയ്യാൻ പറ്റിയിട്ടുള്ളത് ആ ഒരു ബിസിനസ്സിൽ കൂടി മാത്രമാണ്. എൻ്റെ മോൾക്ക് നല്ലൊരു വിദ്യാഭ്യാസം കൊടുക്കാൻ സാധിച്ചിട്ടുള്ളത്, ഫാമിലിക്ക് നല്ല ലൈഫ് കൊടുക്കാൻ സാധിച്ചിട്ടുള്ളത്. ഇത് ഇന്ന് വന്ന് നാളെ കോടീശ്വരനാവണതല്ല. ഇത് ഒരുപാട് ഹാർഡ് വർക്കും ഒരുപാട് പെയിനും സ്ട്രഗിളും എടുത്തുകൊണ്ട് മാത്രമാണ് ഇന്ന് എല്ലാവരും ഈ നിലയിലെത്താൻ സാധിച്ചിട്ടുള്ളത്. ഇന്ന് വെച്ച വാഴ നാളെ കൊലയ്ക്കൂല. എൻ്റെ മാത്രമല്ല, ഒരുപാട് ഞങ്ങളെ വിശ്വസിച്ച് വന്നിട്ട് ഒരുപാട് ആൾക്കാരുടെ ലൈഫ് ചേഞ്ച് ചെയ്യാൻ പറ്റിയതിൽ തന്നെ ഏറ്റവും വലിയ സന്തോഷം. നമുക്കൊക്കെ ലൈഫിൽ എന്തൊക്കെയോ ആവണം എന്ന് ആഗ്രഹമുണ്ട് അല്ലേ? എന്തോ ഓപ്ഷൻ ഉള്ളത്? ഒരു പ്ലാറ്റ്ഫോം കിട്ടാതാണ് എല്ലാവരും പ്രശ്നം അല്ലേ? ക്യൂനെറ്റ് ഈസ് ദി ബെസ്റ്റ് പ്ലാറ്റ്ഫോം. എൻ്റെ ഫാമിലിൻ്റെയും ജീവിതം തന്നെ മാറ്റിയത് ക്യൂനെറ്റാണ്. ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് എൻ്റെ കുടുംബങ്ങളെ മാത്രം ഞാൻ ചിന്തിക്കാറുള്ളൂ. അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ കഷ്ടപ്പെട്ടിരുന്നുള്ളൂ. പക്ഷേ ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഒരുപാട് കുടുംബങ്ങളെ സപ്പോർട്ട് ചെയ്യാനും അവരുടെ ഡ്രീം അച്ചീവ് ചെയ്ത് കൊടുക്കാനും നമ്മൾ സമയം കണ്ടെത്തി. ഓൺലി ബിക്കോസ് ഓഫ് ക്യൂനെറ്റ്.